ഓക്കെ, പേര് പ്രോഗ്രാമിംഗ് ഇൻ സി. ഇതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ പേപ്പേഴ്സിലും നിങ്ങൾക്ക് ഈ രണ്ട് സാധനങ്ങളെ ഉണ്ടാവുള്ളൂ, ലെക്ചേഴ്സ് ആൻഡ് തിയറിയാണ് ഉണ്ടാവുക. ബട്ട് ഈ പേപ്പറിൽ എന്താണ് ലെക്ചർ, തിയറി, പ്രാക്ടിക്കൽ കൂടിയുണ്ട്. പ്രാക്ടിക്കൽ വേറെ പേപ്പേഴ്സിലുണ്ട്, കെമിസ്ട്രി, ഫിസിക്സ്, ഇതിലൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് വരും. പക്ഷെ അതൊരു സെപ്പറേറ്റ് പേപ്പർ ആയിട്ടാണ് വരിക. ബട്ട് ഹിയർ നിങ്ങൾ എന്താണ് ക്ലാസ്സിൽ എന്താണോ പഠിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, സോ പ്രാക്ടിക്കലും തിയറിയും ചേർന്നിട്ടുള്ള ഒരു പേപ്പറാണ്. ഇതിന്റെ ക്രെഡിറ്റ് എത്രയാണ്, 4 ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഞങ്ങൾ സിവിൽ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഈ സി ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നല്ല. നിങ്ങൾ ഫ്യൂച്ചറിൽ ഏതെങ്കിലും കമ്പനീസിന് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജിൽ തന്നെ ലാസ്റ്റിൽ കുറേ ആൾക്കാർ മെക്ക് സിവിലുള്ള ആൾക്കാരൊക്കെ പ്ലേസ്ഡ് ആയി. പക്ഷെ ഇപ്പോൾ പ്ലേസ്മെന്റിൽ പോകുന്ന ആൾക്കാർ എന്ത് ചോദിക്കുന്നുണ്ട്, പ്രോഗ്രാമിംഗ് സ്കില്ലും ചെക്ക് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, പ്രോഗ്രാമിംഗ് സ്കിൽ എന്ന് പറയുമ്പോൾ ഈ ബേസിക് സി ആണ് ചോദിക്കുക. നിങ്ങൾ ഈ സിലബസിൽ എന്താണോ പഠിക്കുന്നത് അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളടുത്ത് ചോദിക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളടുത്ത് ചോദിക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അതുകൊണ്ട് ഈ നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രീവിയസ് KTU ബാച്ചിൽ ഇങ്ങനെ എല്ലാ ആൾക്കാരും സി പഠിക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് നമ്മൾ പ്ലേസ്മെന്റിന്റെ മുൻപിൽ ക്ലാസ് ഒക്കെ എടുത്തിട്ടാണ് അവർ പ്ലേസ്മെന്റിലേക്ക് പോയത്. പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങളുടെ റെഗുലർ സിലബസിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് EST പേര് സബ്ജക്ട് കോഡ് ഈസ് EST 102. The subject name is programming in C. Then they have a lecture is also the lecture and practical hours also there. Then lecture is 2 hours, then practical is 2 hours. But നമ്മുടെ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ 4 hours തിയറി പഠിക്കും, 2 hours പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് ഇതിന്റെ എക്സാംസ് ആണ്. 2 സീരീസ് ടെസ്റ്റ് ഉണ്ടാവും, അതിന്റെ മാർക്കാണ്. പിന്നെ അറ്റൻഡൻസിന്റെ മാർക്ക്, അങ്ങനെയാണ്. ഓക്കെ, ദെൻ ഇന്റേണൽ മാർക്സ് ആസ് യൂഷ്വൽ 50 മാർക്സ്, എക്സ്റ്റേണൽ എക്സാം 100 മാർക്സ്. ഓക്കെ, എക്സാം ഡ്യൂറേഷൻ 3 hours. പിന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിന് നോക്കുമ്പോൾ എങ്ങനെയാണ്, 2 സെക്ഷൻസ് ആണ് ഉണ്ടാവുക, പാർട്ട് എ സെക്ഷൻ ആൻഡ് പാർട്ട് ബി സെക്ഷൻ. So part A section they have a 10 questions, then each question carries 3 marks. Okay, part A il 10 questions ഉണ്ടാവുക, ഈ വെച്ച് ചോദിക്കുക. അപ്പോൾ 10 questions ചോദിക്കും, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ് ഉണ്ടാവുക, 3 marks ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ടോട്ടൽ 30 marks. Is it clear? Then after that part 5 questions ആണ് ഉണ്ടാവുക, ഒരു ക്വസ്റ്റ്യൻക്ക് 14 marks ആണ്. ഓക്കെ, ഒരു മോഡ്യൂളായിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ഒരു ക്വസ്റ്റ്യന് 40 marks. ബട്ട് ഇവിടെ എന്തുണ്ടാവും, ചോയ്സ് ഉണ്ടാവും. ഓക്കെ, പാർട്ട് എ വേണമെങ്കിൽ എന്താണ് നോട്ട് ഇഷ്യൂ, ബിക്കോസ് 14 ആണ് ചോദിക്കുക. എന്താണ് അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ 5 മോഡ്യൂൾസ് ഉണ്ട്. 5 മോഡ്യൂൾസിൽ എല്ലാ മോഡ്യൂൾസും എന്താണ് ഈക്വൽ സ്പ്ലിറ്റ്. അങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ. മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് തിയറി ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂളിൽ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ശരിയായ? ഇപ്പൊ ശരിയാവുന്നുണ്ടോ വോയിസ്? യെസ് സർ. ഓക്കെ ഓക്കെ ദെൻ അപ്പൊ ഇതിൽ 5 മോഡ്യൂൾസ് ആണ്. അപ്പൊ ഫസ്റ്റ് മോഡ്യൂളിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറി ഉള്ളത്. ഓക്കെ, ഒരു 50% തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മോഡ്യൂളിന് 20 മാർക്സ് ആണല്ലേ. അപ്പൊ 10 മാർക്കിന് എന്ത് ചോദിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ട്, തിയറി ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് 10 മാർക്സ് എന്തായിരിക്കും, അഗൈൻ പ്രോബ്ലം ആയിരിക്കും. ബാക്കിയുള്ള 4 മോഡ്യൂൾസിൽ നിങ്ങൾക്ക് എന്താണ് വരിക, പ്രോബ്ലം. സംടൈംസ് നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ എന്ത് വരും, കുറച്ച് തിയറീസ് വരും. ഒരു 5 മാർക്കിന് 6 മാർക്കിന് തിയറീസ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റിന്റെ ഡെഫിനിഷൻസ് എന്തെങ്കിലാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര മോഡ്യൂൾസ് ആണ്, 5 മോഡ്യൂൾസ് ആണ്. ഫസ്റ്റ് മോഡ്യൂളിൽ മാത്രമാണ് കുറച്ച് തിയറി വരുന്നത്, ബാക്കിയുള്ള മോഡ്യൂൾസ് ഒക്കെ എന്താണ്, പ്രോഗ്രാംസ് ആണ്. ഇതിൽ മെയിൻ എന്ന് പറയുന്നത് എന്താണ്, മോഡ്യൂൾ 2 ആണ്. ഓക്കെ, മോഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലാണ് പ്രോഗ്രാം. ഇപ്പൊ പറയുമ്പോൾ ഹാർട്ട് ഓഫ് പോർഷൻ എന്ന് പറയാം. ഓക്കെ, ഈ സബ്ജക്റ്റില്
നിങ്ങൾ എന്താണ് സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങൾക്ക് സപ്പോസ് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കാം. മോഡ്യൂൾ 2 നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മോഡ്യൂൾ 2 മനസ്സിലായില്ലെങ്കിൽ മോഡ്യൂൾ 3 മനസ്സിലാവില്ല, മോഡ്യൂൾ 4 ചെയ്യാൻ പറ്റൂല, മോഡ്യൂൾ 5 ചെയ്യാൻ പറ്റൂല. അപ്പോൾ മോഡ്യൂൾ 2 നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ മാത്രമാണ് നിങ്ങൾക്ക് മോഡ്യൂൾ 3, മോഡ്യൂൾ 4, മോഡ്യൂൾ 5 നിങ്ങൾക്ക് മനസ്സിലാവണമെന്നല്ല, അതിലെന്തെങ്കിലും എഴുതിയാൽ തന്നെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് മോഡ്യൂൾ 2 നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആയാൽ മാത്രമാണ് മോഡ്യൂൾ 3, മോഡ്യൂൾ 4, മോഡ്യൂൾ 5 നിങ്ങൾക്ക് എന്താവുള്ളൂ, അണ്ടർസ്റ്റാൻഡ് ആവുള്ളൂ. അതർവൈസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബൈ ഹാർട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. സോ മോഡ്യൂൾ 2 നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് വൃത്തിക്ക് പഠിക്കണം. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ? മോഡ്യൂൾ 1 എന്താണ്, കുറച്ച് തിയറി ഉണ്ട്. മോഡ്യൂൾ 2 എന്ന് പറയുന്നത് എന്താണ്, ദേ ഹാവ് എ പ്രോഗ്രാമിംഗ് ബേസിക്സ്. സോ മോഡ്യൂൾ 2 നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമാണ് മോഡ്യൂൾ 3, 4, 5 നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അണ്ടർസ്റ്റാൻഡ് ആവുള്ളൂ. മോഡ്യൂൾ 2 നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ മോഡ്യൂൾ 3 നിങ്ങൾക്ക് കിട്ടൂല, മോഡ്യൂൾ 4 കിട്ടൂല, മോഡ്യൂൾ 5 മനസ്സിലാവില്ല. സോ മോഡ്യൂൾ 2ന്റെ പോർഷൻസ് ക്ലാസ് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഓക്കെ, സപ്പോസ് മിസ്സായാലും നിങ്ങൾക്കൊരു നല്ല ഇതാണ്, എന്താണ് വീഡിയോസ്, പ്രീവിയസ് വീഡിയോസ് നോക്കുക. ഇല്ലെങ്കിൽ ഞാനാണ് സബ്ജക്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യണം, ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, ആ സെക്കൻഡ് മോഡ്യൂൾ ഞാൻ കുറേ എക്സസൈസ് ഒക്കെ തരും. ആ എക്സസൈസ് ഒക്കെ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് മോഡ്യൂൾ എന്താവും, മനസ്സിലാവും. ഓക്കെ, കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഈ പേപ്പർ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കുള്ളൂ. ഓൾറെഡി പ്രോഗ്രാമിംഗ് നോളജ് ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, ബട്ട് പുതിയ ആൾക്കാരെന്ന് വിചാരിക്കുക. പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണം. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ പ്രോഗ്രാമിംഗ് ഒന്നുമില്ല. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ നിങ്ങൾക്ക് മനസ്സിലായാൽ 3, 4, 5 നിങ്ങൾ പഠിക്കാനേ ചെയ്യണ്ട, ക്ലാസ് ശ്രദ്ധിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് സൂപ്പറായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അതിനെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കും. ഓക്കെ, ക്ലിയർ ആണോ സിലബസ്? യെസ് ആണോ, നോ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ എന്താണെന്ന് വെച്ചാല് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഫസ്റ്റ് മോഡ്യൂൾ എന്താണ്, കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്. അതിലുള്ള മെയിൻ തിയറീസ് ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഓക്കെ, സോ ബിഫോർ ദാറ്റ് എന്താ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം? വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത് എന്താ? വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? സിമ്പിൾ, എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ മതി. വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് എ ഫാസ്റ്റ് ടൈപ്പ് ചെയ്ത ആൻസർ കിട്ടിയാലും മതി. കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ. നോർമൽ മെഷീൻ ആണോ? കമ്പ്യൂട്ടർ ഈസ് എ ഇലക്ട്രോണിക് മെഷീൻ. ഗുഡ്. സോ അതാണ് ഡെഫിനിഷൻ. വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് എ ഇലക്ട്രോണിക് മെഷീൻ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? നമ്മൾ കുറേ ടഫായിട്ട് നമുക്ക് കുറേ ജോബ്സ് ഉണ്ട്. അപ്പോൾ ആ ജോബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അല്ലേ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇലക്ട്രോണിക് മെഷീൻ. സോ നമുക്ക് എന്താണ് ടഫായിട്ട് കുറേ എന്താണ് ഡിഫിക്കൽട്ട് ജോബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ, ഫൈൻഡ് അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ഡെഫിനിഷൻ. സോ കമ്പ്യൂട്ടർ ഈസ് എ electronic machine that makes performing any task very easy. Is it clear? Computer, what is meant by computer? Computer is an electronic machine that makes performing any task very easy. Okay, clear or no? Clear or not definition? Yes. Clear or not? Okay. So appo ആരെങ്കിലും ഇനി കമ്പ്യൂട്ടർ ചോദിച്ചാൽ എന്താ പറയണം? Computer is a electronic machine. Then what the purpose of machine that makes performing any task very easy. Okay, next, brain of the computer. Brain of the computer എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറയുക? CPU. Okay, CPU എന്ന് വെച്ചാൽ എന്താണ്? Central Processing unit. Okay, ഇപ്പൊ CPU ന്റെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ it is used to execute the instruction. CPU ന്റെ മെയിൻ പണി എന്താണ്? It is used to execute the instruction. Okay, what is mean by instruction? Instruction എന്ന് പറയുമ്പോൾ സോറി ഞാൻ പ്രസന്റ് ചെയ്തിട്ടില്ല, ആ പ്രസന്റ് ചെയ്യാട്ടോ. മറന്നുപോയി, ഇതൊന്ന് ഓർമ്മിപ്പിക്കണം കേട്ടാ. PPT വെച്ചിട്ടുണ്ട്. ഓക്കെ, then
CPU എന്ന് പറയുമ്പോൾ CPUന്റെ മെയിൻ വർക്ക് എന്താണ്? It is used to execute the instruction. Okay. What is meant by instruction? Instruction എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിനുള്ള വാഡിങ്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? Yes, sir. ഓക്കെ. അപ്പൊ സോഫ്റ്റ്വെയർ, നിങ്ങൾക്ക് അറിയുന്ന സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അറിയുന്ന സോഫ്റ്റ്വെയർസ് എല്ലാ ആൾക്കാരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് അറിയുന്ന കുറെ സോഫ്റ്റ്വെയർസിന്റെ പേര്. എല്ലാ ആൾക്കാരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഒക്കെ ഉള്ളതല്ലേ? ഓക്കെ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ ഓക്കെ ദിസ് ഇസ് ദ സോഫ്റ്റ്വെയർ, ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുള്ളത് എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്? ചാറ്റ് ബോക്സ്, മൂവി പ്ലെയർ, അതിന് പേരൊന്നുമില്ലേ? VLC പ്ലെയർ. ഓക്കെ, ദെൻ പറ. PowerPoint, MS Word, ഓക്കെ, വിൻഡോസ്, ഫയർബോക്സ്. ഓക്കെ, ദെൻ 4 ആൾക്കാരേ ഉള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ ഫാസ്റ്റ്. VLC, Avast, Excel. ഗുഡ്. ഓക്കെ, ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് എന്ത് ചെയ്യും? കുറേ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. ആ പ്രോഗ്രാമിംഗിൽ കുറേ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ സോഫ്റ്റ്വെയർ ഫോം ആവുന്നത്. Okay, so software is a collection of instructions. So sometimes they ആരെങ്കിലും ചോദിക്കും നിങ്ങളടുത്ത് what is meant by software? What is meant by software എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? It's a set of instruction or collection of instruction എന്ന് പറയുന്നു. Clear ആണോ? What is meant by software? Software is a set of instruction or collection of instruction. Is it clear? Clear ആണോ? Yes, sir. Okay, software എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? Software is nothing, it's a set of instruction or collection of instruction ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? ഗൂഗിൾ ക്രോം is a സോഫ്റ്റ്വെയർ ആണോ ഹാർഡ്വെയർ ആണോ? ഗൂഗിൾ ക്രോം Software. ഓക്കെ, സോ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് ഉള്ളത്? ദേ ഹാവ് സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? AnyDesk, ArcWelder, Blender ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ, ഒരു കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, കാൽക്കുലേറ്റർ ഈസ് ഓൾസോ എ സോഫ്റ്റ്വെയർ. സോ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിൻഡോ ഓപ്പൺ ആയി, റൈറ്റ്? സോ അപ്പൊ സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ആ എക്സാമ്പിൾ അവിടെ നിൽക്കട്ടെ. സിമ്പിൾ ആയിട്ട് പറയാൻ വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉള്ളതല്ലേ? സ്മാർട്ട് ഫോൺ. ഓക്കെ, അപ്പൊ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പുതിയതായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എവിടെ പോകും? ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോകും അല്ലെ? ഓക്കെ, പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യും? ആ സോഫ്റ്റ്വെയറിനെ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾ ചെയ്യും അല്ലെ? ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് എവിടെയാണ് പോയി സ്റ്റോർ ആവുക? എവിടെ പോയി സ്റ്റോർ ആവും? നിങ്ങളുടെ ഫോണിന്റെ ഒരു മെമ്മറിയിലാണ് പോയി സ്റ്റോർ ആവുക അല്ലെ? ഓക്കെ, അപ്പൊ സ്റ്റോർ ആവുന്ന സാധനം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്ക്രീനിൽ ആ സോഫ്റ്റ്വെയറിനെ കാണാൻ പറ്റും. എഗെയിൻ അത് എന്ത് ചെയ്യും? നിങ്ങൾ വാട്സപ്പിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് എന്ത് ചെയ്യും? നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരാം അല്ലെ? ഓപ്പൺ ആയിട്ട് വരാം അല്ലെ? അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ മെമ്മറിയിലുള്ള ഒരു സാധനത്തിന് എന്ത് ചെയ്യും? പ്രോസസ്സർ അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റീഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? വാട്സപ്പ് നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ദേ ഹാവ് സം ഇൻസ്ട്രക്ഷൻസ്. സോ ആ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യുന്നതാണ് ഈ CPU പ്രോസസ്സർ. ഓക്കെ, ആ റീഡ് ചെയ്യുമ്പോഴാണ് ആ സാധനം എക്സിക്യൂട്ട് ആയി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കുറെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഉണ്ടാവുക? മെമ്മറിയിലാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പൺ ആക്കി വിടുന്നത് ആരാണ്? പ്രോസസ്സറാണ്. ബിക്കോസ് ദേ ഹാവ് സം സോഫ്റ്റ്വെയർ, അതിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സർ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ വിൻഡോസ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മുൻപിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പ്രോസസ്സറിന്റെ കോൺസെപ്റ്റ് മനസ്സിലായ? ഓക്കെ, സോ അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. സോ ഇൻ കമ്പ്യൂട്ടർ ദ CPU execute each instruction provided to it in a series of steps. This series of steps is called machine instruction. Okay, ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് 1 or 2 ലൈൻസ് അല്ല, ദേ ഹാവ് എന്താണ് ലാക്ക് ഓഫ് ലൈൻസ് ഉണ്ടാവും, അഗൈൻ 1000 ലൈൻസ്. ഓക്കെ, നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇതനുസരിച്ചിട്ടാണ്, സ്പെസിഫിക് അനുസരിച്ചിട്ടാണ്.
ഓക്കെ, അപ്പൊ ദേ ഹാവ് സം എങ്ങനെ ആയാലും അതെന്താണ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം. 10 ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ 100 ലൈൻസ് ആയിരിക്കാം, എത്ര ലൈൻസ് ആയിട്ട് വേണമെങ്കിലും ഇരിക്കാം. ഓക്കെ, അപ്പൊ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? പ്രൊസസ്സറാണ്. ആ പ്രൊസസ്സറിന്റെ സൈക്കിളിന് ഒരു ഇൻസ്ട്രക്ഷൻ എടുത്ത്, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ പേരാണ് നമ്മൾ എന്ത് പറയുക? മെഷീൻ സൈക്കിൾ എന്ന് പറയും. In a computer, the CPU executes each instruction provided to it in a series of steps. This series of steps is called machine cycle and is repeated for each instruction. Okay, on machine cycle എന്ന് പറയുമ്പോൾ they have a 4 steps അതിൽ ഇൻവോൾവ് ആവും. ഫസ്റ്റ് one is fetching. ഫെച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നിങ്ങളുടെ ഫോൺ വെച്ച് ഓർത്ത് നോക്ക്, നിങ്ങൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ആയി. എഗൈൻ നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രോസസ്സർ ആ ഇൻസ്ട്രക്ഷനെ ഫസ്റ്റ് ഫെച്ച് ചെയ്യും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മെമ്മറിയിൽ പോയി ആ ഡേറ്റാസിനെ എന്ത് ചെയ്യും? അത് ഫോർ എക്സാമ്പിൾ ചെയ്യും. എഗൈൻ അതിന്റെ ഓപ്പറന്റ് ഒക്കെ ഫെച്ച് ചെയ്യും. ഫെച്ച് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ദേ ഹാവ് 4 സ്റ്റെപ്സ്. ഇത് കുറച്ച് വലിയ തിയറിയാണ്, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ കുറേ സമയം പോകും. ആ സോഫ്റ്റ്വെയറിന് ഓക്കെ ബ്രേക്ക് ആയി. ഇപ്പൊ ശരിയായാ? ഇപ്പൊ ഓക്കെ ആണോ? Yes, sir. നമ്മൾ സ്റ്റോർ ഫസ്റ്റ് വൺ ഈസ് അതിനെ ഫെച്ച് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ഡീകോഡ്. ദെൻ തേർഡ് വൺ okay, these are the things. So first one is fetching, second one is decoding, then third one is operand fetching, then fourth one is execute the instruction. Is it clear? Clear or no? No, sir. Yes ആണോ നോ ആണോ? നോവാ? ഇതാ പറഞ്ഞത് എന്താണ്? നോ ആണോ? മനസ്സിലായിട്ടില്ല. ഓക്കെ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഡേറ്റാസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റോർ ആവുന്ന സാധനം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ വാട്സപ്പ് നിങ്ങളുടെ ഫോണിൽ എപ്പോഴും ഓപ്പണിലാണോ ഉണ്ടാവുക? എപ്പോഴും ഓപ്പണിലാണോ ഉണ്ടാവുക? ഇല്ല അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അത് എന്ത് ചെയ്യേണ്ടത്? ഓപ്പൺ ആവേണ്ടത്. പക്ഷെ അത് സ്റ്റിൽ ആ വാട്സപ്പ് നിങ്ങളുടെ എവിടെ ഉണ്ട്? മെമ്മറിയിൽ വന്നിട്ടുണ്ട് ആ സാധനം അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? വാട്സപ്പിനെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും? ആ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സാധനം മെമ്മറിയിൽ എവിടെ ഒരു സ്ഥലത്തിൽ സ്റ്റോർ ആയി വെച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലെ? സ്റ്റോർ ആയി ഇരിക്കുന്ന സാധനത്തിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രോസസ്സർ മെമ്മറിയിൽ എവിടെയാണോ ഉള്ളത് ആ ഇൻഫർമേഷൻ അത് എന്ത് ചെയ്യും? ഫെച്ച് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ ഉള്ളത് അതിലൂടെ ഫസ്റ്റ് ലൈൻ ഇൻസ്ട്രക്ഷൻ അത് എന്ത് ചെയ്യും? ഫെച്ച് ചെയ്തെടുക്കും. അതുവരെ മനസ്സിലായ? മെമ്മറിയിലുള്ള സാധനത്തിന് ഫസ്റ്റ് അത് എന്ത് ചെയ്തെടുത്ത്? ഫെച്ച് ചെയ്തെടുത്ത ശേഷം എന്ത് ചെയ്യും? അതിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കുറേ ഉണ്ടാവും. ഓക്കെ, ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ അനലൈസ് ചെയ്തെടുക്കും. അതാണ് സെക്കൻഡ് ഡീകോഡിംഗ് ദ ഇൻസ്ട്രക്ഷൻ. ഫെച്ച് ചെയ്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? അതിനെ ഡീകോഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എ പ്ലസ് ബിനെ അത് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എ ബി എന്ന് പറയുന്നത് ഒരു ഓപ്പറന്റ് ആണ്.
ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പറന്റ് ഒക്കെ അത് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തെടുക്കണം. ആ അനലൈസ് ആണ് തേർഡ് സ്റ്റെപ്പ്. സോറി, അനലൈസ് ആണ് എന്ത് തേർഡ് സ്റ്റെപ്പ്, എന്ത് ഓപ്പറന്റ് ഫെച്ച്. അപ്പൊ ഇൻസ്ട്രക്ഷനെ ഫസ്റ്റ് ഫെച്ച് ചെയ്യും, ആ ഇൻസ്ട്രക്ഷൻ അത് ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്ത് അതിൽ എന്തൊക്കെ ഓപ്പറൻസ് ആണുള്ളത്. ഓപ്പറൻസ് എന്ന് പറയുമ്പോൾ ഈ മെമ്മറിന്റെ അകത്ത് കുറേ സാധനങ്ങൾ ഉണ്ടാവും നമുക്ക്. ഓക്കെ, ആ സാധനങ്ങളൊക്കെ അത് എന്ത് ചെയ്യും, ഓപ്പറൻസ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അത് കുറച്ച് വലിയ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഓപ്പറന്റ് ഫെച്ചിങ്ങിന് മാത്രം വെച്ചിരുന്നാൽ മതി. അത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലാണ് വരിക. ഓപ്പറന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് AB ആണ്. A എന്ന് പറയുന്നത് ഒരു ഓപ്പറന്റ് ആണ്, B എന്ന് പറയുന്നത് ഒരു ഓപ്പറന്റ് ആണ്, പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്റെ വാല്യൂ എന്താണ്, ബിന്റെ വാല്യൂ എന്താണ്, അതൊക്കെ സെർച്ച് ചെയ്തെടുക്കുന്നതാണ് എന്ത് ഈ ഓപ്പറന്റ്. ഓക്കെ, ഈ ഓപ്പറന്റ് ഫെച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്താണ്, എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഈ ഓപ്പറന്റ് ഒക്കെ ഇത് ഫെച്ച് ചെയ്തെടുത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ വാട്സപ്പ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡിസ്പ്ലേയിൽ വരിക. മനസ്സിലായി? ഇപ്പൊ ഓപ്പറന്റ് എക്സിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ, നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ എന്താണ് DP വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ കുറെ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ ഫെച്ച് ചെയ്തെടുക്കുന്നതാണ് ഇതിൽ വരിക, ഓപ്പറന്റ് ഫെച്ചിങ്ങിൽ വരിക. ഓക്കെ, ക്ലിയർ ആണോ? ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് അതിൽ 4 സ്റ്റെപ്സ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ എന്താണ്, ഫെച്ചിങ് ദ ഇൻസ്ട്രക്ഷൻ. സെക്കൻഡ് വൺ എന്താ, ഡീകോഡ്, എടുത്തിട്ടുള്ള ഇൻഫർമേഷൻസിനെ ഡീകോഡ് ചെയ്യണം. നെക്സ്റ്റ് എന്താണ് ചെയ്യണം, അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഓപ്പറന്റ് ഒക്കെ ഫെച്ച് ചെയ്യണം. ഫൈനലി അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് തരും. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുക, വൺ മെഷീൻ സൈക്കിൾ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബേസിക് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ഫസ്റ്റ് വൺ ബേസിക് ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ ആണ്. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ യൂസ് എന്താണ്, അതിൽ CPUന്റെ റോൾ എന്താണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ബേസിക് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിനെ കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിനെ കണ്ടിട്ടുള്ളത്, ഒരു കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ഡിവൈസസ് ആണ് ഉണ്ടാവുക. ഒരു നോർമലായിട്ട് നിങ്ങൾ ലാബിൽ, നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്തൊക്കെ ബേസിക് കോമ്പണൻസ് ആണ് കമ്പ്യൂട്ടറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഫിസിക്കലി നിങ്ങൾ കാണുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക. ഫാസ്റ്റ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതി. മോണിറ്റർ, മൗസ്, CPU, ഓക്കെ, UPS, കീബോർഡ്. ഓക്കെ ഓക്കെ എനഫ്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞതൊക്കെ എന്താണ്, ഓവർ ഡിവൈസസ് ആണ്. ബട്ട് നമ്മൾ അത് എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റം ഹാവ് 5 basic units that help the computer to perform operations which are given below. They have in computer system they have 5 basic units. First one is input unit, second one is output unit, third one is storage unit, fourth one is arithmetic logic unit, fifth one is control unit. Okay, totally 5 basic units on the first one is input unit, second one is output unit, third one is storage unit, fourth one is arithmetic logic unit, fifth one is control unit. Then is the first one input unit. സോ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിസ്റ്റത്തിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് ഏത് യൂസ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻസ് കൊടുക്കുക, ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താണ് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഹലോ എന്ന് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുക, കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് എവിടെ കാണുന്നത്, ഡിസ്പ്ലേയിലേക്ക് കാണുന്നത് അല്ലെ. നിങ്ങൾ ഒരു സിസ്റ്റത്തിന് കുറച്ച് ഇൻഫർമേഷൻസ് ആർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, എന്ത് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കാൻ പറ്റുക നമുക്ക്, ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുക. വേറെ ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കീബോർഡ് പറഞ്ഞു, സിസ്റ്റത്തിൽ കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, സിസ്റ്റത്തിൽ ഇൻപുട്ട് കൊടുക്കാം. ഓക്കെ, വേറെ എന്തൊക്കെ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിന് ഇൻപുട്ട് കൊടുക്കാം, ടൈപ്പ് ചെയ്യാൻ ബോക്സില് മൗസ്. ഓക്കെ, ഗുഡ്. വേറെ കീബോർഡ്, മൗസ്, വേറെ ഫാസ്റ്റ് ചിന്തിക്കും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ലിസ്റ്റ് ഔട്ട് എനി 6 or 10 ഇൻപുട്ട് ഡിവൈസസ് ആർ 10 ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ആണ്, 2 ഇൻപുട്ട് ഡിവൈസസ് ആണ് ഇപ്പൊ പറഞ്ഞത്, കീബോർഡ്, മൗസ്. വേറെ അതല്ലാതെ ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ് സിസ്റ്റത്തിന് നമ്മൾ എങ്ങനെ കൊടുക്കാം, ഗുഡ്, മൈക്രോഫോൺ കൊടുക്കാം. മൈക്രോഫോൺ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലാസ് പറയാം അല്ലെ. ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ, എന്താണ് ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അതിൽ മൈക്ക് ത്രൂ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, വോയിസ് പറഞ്ഞത്. അപ്പൊ അതും എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, അഭിജിത്ത് എന്താ പറഞ്ഞ, വെബ്കാം, ഗുഡ്, ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, 5 ആയി. വേറെ എന്തൊക്കെ ഇൻപുട്ട് ഡിവൈസസ്, സ്കാനർ, ഗുഡ്, 6 ആയി. വേറെ സ്കാനർ ഇൻപുട്ട് ഡിവൈസസ് ആണ്. വേറെ ജോയ്സ്റ്റിക്ക്,
പറ വേറെ. ഓക്കെ, അതെന്ത് ചെയ്യണം? നിങ്ങൾ കുറേ സെർച്ച് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഇത് മനസ്സിലായ നമ്മൾ എന്തെങ്കിലും ഒരു യൂണിറ്റ്, എന്തെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്ത് സിസ്റ്റത്തിന് ഇൻഫർമേഷൻസ് കൊടുക്കണമെങ്കിൽ അത് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, പെൻ ഡ്രൈവ് ഇൻപുട്ട് ഇതിൽ വരും. ഓക്കെ ഓക്കെ, പെൻ ഡ്രൈവ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിൽക്കേണ്ട, അത് മെമ്മറി സ്റ്റോറേജിലാണ് വരിക. പക്ഷേ പെൻ ഡ്രൈവ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? നമ്മൾ ഇൻപുട്ട് സിസ്റ്റത്തിന് കൊടുക്കാം. ഓക്കെ, ദെൻ let's see the definition. So input units connect the external environment with internal computer. Okay, input unit എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു connect the external environment with the internal computer system. Then what is the purpose of your using input unit? It provides the data and instructions to the computer system. Okay, നമ്മൾ ഇൻപുട്ട് യൂസ് ചെയ്തിട്ടാണ്. ഈ സെക്കൻഡ് ലൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് പ്രൊവൈഡ് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. നിങ്ങൾക്ക് ഡേറ്റ സിസ്റ്റത്തിന് എന്ത് ഇൻഫർമേഷൻസ് കൊടുക്കണമെങ്കിലും നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ഇൻപുട്ട് യൂണിറ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, എന്തെങ്കിലും ഡേറ്റയോ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ നമ്മൾ സിസ്റ്റത്തിന് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇൻപുട്ട് യൂണിറ്റ് വേണം യൂസ് ചെയ്യാൻ. Okay, so it provides data and instructions to the computer. Then commonly used input devices are keyboard, mouse, magnetic tab, etc. Okay, then next one is input unit performs following task. Okay, input unit lula endakana ipo for example input unit inde task enganeyana task perform cheyan? Accept the data and instruction from the outside environment. For example എന്താണ്? നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കീബോർഡ് യൂസ് ചെയ്തിട്ട് ഹായ് ഹലോ എന്നുള്ള ഒരു ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്തു. അപ്പോൾ അത് എന്ത് ചെയ്യും? കീബോർഡ് ത്രൂ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്ത് അത് എന്ത് ചെയ്യും? സിസ്റ്റത്തിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ accept the data and instruction from the outside environment, then it's converted into a machine language. So converted into a machine language എന്ന് മീനിങ് പറയുമ്പോൾ എന്താ ടൈപ്പ് ചെയ്തിട്ടുള്ള ഓക്കെ, ഇതിന്റെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് 3 ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് നോക്ക്. ദേ ഹാവ് 3 ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ആർ ദെയർ. വൺ ഈസ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് assembly language, high level language, assembly language, then low or machine language. Okay, 3 types languages unde. Endakeyana? High level language, assembly language, low level language or machine level language. Clear aya? Etra languages unde? 3 languages unde. High level language, assembly language, low or machine level language. ഓക്കെ, ഇത് ഞാൻ പിന്നെ പഠിപ്പിച്ചു തരും. ഇപ്പോൾ ഇവിടെ മെഷീൻ ലാംഗ്വേജ് വന്നുകൊണ്ട് ഇതുകൊണ്ട് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ദെൻ വൺ ഈസ് ലോ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻസ് ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലാംഗ്വേജ്. മെഷീനൊക്കെ എന്ത് ചെയ്യൂല? മനസ്സിലാവൂല. ഹ്യൂമൻസിന് മാത്രമാണ് ആ ലാംഗ്വേജ് മനസ്സിലാവുക. മനസ്സിലായ? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂമൻ ഓൺലി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലാംഗ്വേജ്, ബട്ട് മെഷീൻ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ലാംഗ്വേജ് ആയിരിക്കും? ഇംഗ്ലീഷ്, തമിഴ്, മലയാളം ഇങ്ങനെയുള്ള ഹ്യൂമൻസ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്യും. എന്താണ്? C++, ജാവ ഇങ്ങനെയുള്ളതൊക്കെ എഴുതുന്നതൊക്കെ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. മനസ്സിലായ? What is meant by high level language? Human can only understand that language, but machine can't understand that language. Okay, clear ആണോ high level language എന്ന് പറയുന്നത്? Yes. Okay, അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആർക്ക് മാത്രമാണ് മനസ്സിലാവുക? ഹ്യൂമൻക്ക് മാത്രമാണ് മനസ്സിലാവുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു അഡിഷൻ എന്ന ഒരു ലെറ്റർ എഴുതും. ഓക്കെ, അഡിഷൻ എന്ന് പറയുന്നത് എന്താണ്? നോർമൽ എന്താണ്? ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് അല്ലെ? ഇംഗ്ലീഷ് ലെറ്റർ അല്ലേ? അപ്പൊ അത് ആർക്ക് മനസ്സിലാവും? ഹ്യൂമൻക്ക് മനസ്സിലാവും. നിങ്ങൾക്കത് മനസ്സിലായി, ബട്ട് അത് സിസ്റ്റത്തിന് എന്താവൂല? അത് മനസ്സിലാവൂല. ഓക്കെ, ദെൻ അതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. സംടൈംസ് എക്സാം എവിടെയെങ്കിലും പോകുമ്പോൾ ഇന്റർവ്യൂവിന് ചോദിക്കും വാട്ട് ഈസ് മീൻ ബൈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഡെഫിനിഷന് പറയണം. ഹൈ ലെവൽ ലാംഗ്വേജ് ഇസ് എന്താണ്? ഹ്യൂമൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലാംഗ്വേജ്, ബട്ട് മെഷീൻ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് that
ലാംഗ്വേജ്. ഓക്കെ, അത് മനസ്സിലാവും. സെക്കൻഡ് വൺ ഈസ് അസംബ്ലി ലാംഗ്വേജ്. ഓക്കെ, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ഹാൻഡ് ഫോം ആണ്. ഓക്കെ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ ഷോർട്ട് ഹാൻഡ് ഫോമിന് ഫോമിലാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ ഷോർട്ട് ഹാൻഡ് ഫോമിലാണ് എന്തുണ്ടാവുക? അസംബ്ലി ലാംഗ്വേജ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ അഡിഷൻ എന്ന് എഴുതി. അഡിഷൻ എന്ന് ഓക്കെ, ഫോർ എക്സാമ്പിൾ അഡിഷന് ഞാൻ എന്ത് എഴുതി? ആഡിന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആഡിന് എഴുതുമ്പോൾ അതെന്താണ്? അഡിഷന്റെ ഷോർട്ട് ഹാൻഡ് ഫോം ആണ് എന്ത്? ആഡ്. ഓക്കെ, അപ്പൊ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ ഷോർട്ട് ഹാൻഡ് ഫോം യൂസ് ചെയ്ത് എഴുതുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് എഴുതുക? അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയാം. മനസ്സിലായ? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നോർമൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് ഹ്യൂമൻക്ക് മാത്രമാണ് മനസ്സിലാവുക. അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷോർട്ട് ഹാൻഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയാം. ഓക്കെ, ഈ ലാംഗ്വേജ് പ്രോഗ്രാമേഴ്സിന് മനസ്സിലാവും. ഓക്കെ, ബട്ട് മെഷീനുക്ക് മനസ്സിലാവില്ല. ഇസ് ഇറ്റ് ക്ലിയർ? കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അസംബ്ലി ലാംഗ്വേജ്, ബട്ട് അത് പ്രോഗ്രാമേഴ്സിற்கு മനസ്സിലാവും. എല്ലാ ഹ്യൂമൻക്കും മനസ്സിലാവണമെന്നില്ല. പ്രോഗ്രാമേഴ്സിന് മാത്രമാണ് ആ ലാംഗ്വേജ് മനസ്സിലാവുക. ബട്ട് എന്താണ്? മെഷീനുക്ക് അത് മനസ്സിലാവില്ല. ക്ലിയർ ആണോ? ഹൈ ലെവലും ലോ ലെവലും ക്ലിയർ ആണോ? സോറി, ഹൈ ലെവൽ അസംബ്ലി ക്ലിയർ ആണോ? അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡ് ലെവൽ ലാംഗ്വേജ് ആണ്. മെഷീനൊക്കെ അത് അണ്ടർസ്റ്റാൻഡ് ആവില്ല. അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ഹാൻഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. അത് എന്താണ്? പ്രോഗ്രാമേഴ്സിനാണ് മനസ്സിലാവുക, ബട്ട് മെഷീനൊക്കെ അത് മനസ്സിലാവില്ല. അഗൈൻ മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബൈനറി ഡിജിറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ, മെഷീൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബൈനറി ഡിജിറ്റ്സ് ആണ്. ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 0 and 1 മാത്രമാണ് സിസ്റ്റത്തിന് മനസ്സിലാവുക. ഓക്കെ, 0 and 1 മാത്രമാണ് സിസ്റ്റത്തിന് മനസ്സിലാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെഷീൻ ലെവൽ ലാംഗ്വേജ് ഓർ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ദാറ്റ് ലാംഗ്വേജ്, ബട്ട് മെഷീനൊക്കെ എന്ത് മാത്രമേ മനസ്സിലാവുള്ളൂ? ഈ 0, 1 എന്നുള്ള ഫോമേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിസ്റ്റത്തിന് ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ബട്ട് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ സ്റ്റോർ ആവുമ്പോൾ അത് എന്ത് ചെയ്യൂല? ഹലോ എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ആവില്ല. കോമ്പിനേഷൻ ഓഫ് 0, 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് അത് എന്ത് ചെയ്യുക? സിസ്റ്റത്തിൽ പോകും. മനസ്സിലായ? ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിലുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? എന്തൊക്കെ വാല്യൂസ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ? എന്തൊക്കെ വാല്യൂസ് മാത്രമേ? 0 and 1 ഉണ്ടാവുള്ളൂ. അപ്പൊ കോമ്പിനേഷൻ ഓഫ് 0 and 1 വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുക. ഷോർട്ട് ഹാൻഡ് ഫോം ഓഫ് ഇംഗ്ലീഷിനെ നമ്മൾ എന്ത് ലാംഗ്വേജ് എന്ന് പറയും? അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. അഗൈൻ എന്താണ്? നോർമൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെ നമ്മൾ എന്ത് ലാംഗ്വേജ് എന്ന് പറയും? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, അപ്പൊ 3 ലെവൽ ലാംഗ്വേജസ് മനസ്സിലായ? യെസ്, ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. ഓക്കെ, ദെൻ അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? കീബോർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇൻപുട്ട് ഡിവൈസ് അതിനെ ഫസ്റ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യും? മെഷീൻ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യും? സിസ്റ്റത്തിലേക്ക് കൊടുക്കും. Okay, convert into a machine level language, supply the converted data to the computer system. Because system എന്താ മനസ്സിലാവില്ല? നമ്മൾ കൊടുത്തിട്ടുള്ള ലാംഗ്വേജ് സിസ്റ്റത്തിന് മനസ്സിലാവില്ല. സോ കീബോർഡിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് കീബോർഡ് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ടാണ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുക. Okay, as of the data and instruction from the outside environment, convert it and into the machine level language and supply the converted data to a computer system. Okay, clear ആണോ? ക്ലിയർ ആണോ അതിന്റെ വർക്കിംഗ് പ്രോസസ്സ്? നിങ്ങൾ എന്തെങ്കിലും ഡേറ്റാസ് കൊടുത്താൽ ഇൻപുട്ട് ഡിവൈസസ് അത് എന്ത് ചെയ്യും? ഫസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അക്സെപ്റ്റ് ദ ഡേറ്റ. അഗൈൻ ആഫ്റ്റർ ദാറ്റ് അതിന് എന്താ ചെയ്യുക? എന്ത് ചെയ്യും? നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഓക്കെ അതിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുക? സിസ്റ്റത്തിലേക്ക് കൊടുക്കുക. അതാണ് അതിന്റെ പ്രോസസ്സ്. ഓക്കെ, അക്സെപ്റ്റ് ദ ഡേറ്റ ആൻഡ് കൺവേർട്ട് ദ ഡേറ്റ ഇൻ ടു എ മെഷീൻ ലെവൽ ലാംഗ്വേജ്. അഗൈൻ പാസ് ടു ദ സിസ്റ്റം, സപ്ലൈ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ക്ലിയർ അല്ലേ? അപ്പൊ ഇൻപുട്ട് യൂണിറ്റില് നിങ്ങൾ എന്തൊക്കെ എഴുതണം? മെയിൻ ആയിട്ട് എഴുതേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്?
ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് യൂണിറ്റ്സ് കണക്ട് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് വിത്ത് ഇന്റേണൽ കമ്പ്യൂട്ടർ സിസ്റ്റം. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് പോയിന്റ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കോമൺലി യൂസ്ഡ് ഇൻ ഇൻപുട്ട് ഡിവൈസസ് ആർ കീബോർഡ്, മൗസ്, മാഗ്നറ്റിക് ടാപ്പ്, എക്സെട്ര. ഓക്കെ, ദെൻ ദീസ് ആർ ദ സ്റ്റെപ്സ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ്? ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നിങ്ങൾ കണ്ട